അടുത്ത മാസം ഏപ്രിലിൽ തൊട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് എന്തായാലും ഇത് ശരിയായ ഡയറക്ഷനിൽ അൽ ജസീറ പറഞ്ഞോളൂ, ശരിയായ ഡയറക്ഷനിൽ തന്നെയാണ് പോകുന്നത്. കഴിഞ്ഞ 47 വർഷമായിട്ട് ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം, ഒരു റോക്ക് കൺട്രി, മിഡിൽ ഈസ്റ്റിലും അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ടെറർ പൊളിറ്റിക്സ്, പ്രത്യേകിച്ച് അവർ മാത്രമല്ല, സ്വയം ചെയ്യുന്നത് മാത്രമല്ല, നമുക്കിപ്പോൾ രാജ്യങ്ങളെല്ലാം ഓടി നടന്ന് കടിക്കുകയല്ലേ. ഒരു പേ പിടിച്ച രാജ്യത്തെ പോലെയാണ് ഇറാൻ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതവരുടെ ആ പേ വരുന്നത് ഇറാൻ ജനതയിൽ നിന്നോ ഇറാൻ സമൂഹത്തിൽ നിന്നല്ല, ആ മതത്തിൽ നിന്നാണ്. ആ എന്താ പറയുക, ഇസ്ലാമിക് റവല്യൂഷൻ ആ ഒരു സാധനത്തിൽ നിന്ന് വരുന്ന സാധനമാണ്. അതിനായിട്ടാണ് ഈ സൈന്യത്തെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെയുള്ള ഭൂരിപക്ഷം ജനങ്ങൾക്കും അത് സഹിക്കാൻ കഴിയാത്തത്. അവിടെ ഒരു മാറ്റം ഉണ്ടാവണം. അവിടെ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. മിഡിൽ ഈസ്റ്റ് മൊത്തത്തിലൊന്ന് റെഡിയായിട്ട് വരും. ദുബായ് ആയാലും UAE ആയാലും സൗദി ആയാലും ബഹ്റൈൻ ആയാലും കുവൈറ്റ് ആയാലും ഖത്തർ ആയാലും എല്ലാ രാജ്യങ്ങൾക്കും ഒരു വികസിത രാജ്യത്തേക്ക്, ഒരു അഡ്വാൻസ്ഡ് രാജ്യത്തേക്ക് വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും എല്ലാത്തിലും കുറച്ചുകൂടെ മതനിരപേക്ഷമായ ഒരു തലത്തിലേക്ക് പോകാനുള്ള ഒരു വലിയൊരു ഇമ്പീറ്റസ് ആയിട്ട് ഇറാൻ്റെ പതനം വരുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഐ സ്റ്റിൽ ഷെയർ. ഞാൻ കഴിഞ്ഞ 4-5 മാസമായിട്ട് ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യുദ്ധം ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോഴും യുദ്ധം ഉണ്ടാകും എന്ന് പറയാൻ കാരണം അതാണ്. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊരിക്കലും റെഷീം ചേഞ്ച് ഉണ്ടാവില്ല എന്നിപ്പോൾ എല്ലാവരും തീർത്ത് പറയുമ്പോഴും റെഷീം ചേഞ്ച് അല്ലെങ്കിൽ അവിടുത്തെ ഭരണക്രമം മാറും എന്ന് വിശ്വസിക്കാൻ എനിക്ക് ഇതൊക്കെയാണ് കാരണം. ഇത് മാറിയില്ലെങ്കിൽ എനിക്ക് തെറ്റിപ്പോയി എന്ന് വന്ന് പറയാനേ എനിക്കൊരു മടിയില്ല, ഇൻ കേസ്. ബട്ട് സ്റ്റിൽ ഐ തിങ്ക് ദാറ്റ് എവറിത്തിങ് ആ ഡാഷ്ബോർഡിൽ, കാര്യം വെച്ചാൽ ഈ അരഗാച്ചിയെ പോലെയുള്ള നേതാക്കളോ മറ്റാളുകളോ നിഷേധിക്കുന്നത് പോലെ ഡിനയലിസം വെച്ച് ഈ കാര്യം പരിഹരിക്കാൻ കഴിയില്ല. കാരണം അവരുടെ ഒരു മനുഷ്യൻ എത്ര ശക്തനാണെങ്കിലും അവൻ്റെ ഓരോരോ അവയവങ്ങളിൽ നീര് വന്നാൽ, ഓരോരോ അവയവങ്ങളുടെ പ്രവർത്തനം തകരാറിലായാൽ ആ വ്യക്തിക്ക് എത്ര നാൾ മുന്നോട്ട് പോകാൻ കഴിയും? ഇനി ഒരുപക്ഷെ ഈ IRGC റെഷീം ഒന്നുകൂടി ഇവർക്കെതിരെ തിരിയുമായിരിക്കും, ജനങ്ങൾക്കെതിരെ തിരിയുമായിരിക്കും. പക്ഷെ അതും അവരുടെ അവസാനമായിരിക്കും. കാരണം ഇപ്പോൾ ഈ ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഉള്ള ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ദേ ക്യാൻ ഡു പ്രിസൈസ് ടാർഗറ്റഡ് അറ്റാക്സ്. ജനങ്ങളെ കൊല്ലാതെ, ജനകീയമായിട്ടുള്ള സംഭവങ്ങളെ നശിപ്പിക്കാതെ ഇവരെ മാത്രം തെരഞ്ഞു പിടിച്ച് എയറിൽ വഴി സ്ട്രൈക്ക് ചെയ്യാൻ കഴിയും. സംതിങ് ദാറ്റ് ലോകത്ത് അങ്ങനെ സംഭവിച്ചതായിട്ട്, യുദ്ധങ്ങൾ ഓരോ കഴിയുമ്പോഴും യുദ്ധങ്ങൾ, ഇപ്പോൾ ഡ്രോൺ വന്ന് യുദ്ധങ്ങളുടെ മുഴുവൻ ഗ്രാമർ മാറ്റിയില്ലേ. പഴയ യുദ്ധങ്ങളല്ല ഇപ്പോഴത്തെ യുദ്ധങ്ങൾ. നോക്കൂ, കരസേന ഇപ്പോഴും ബാരക്കുകളിൽ കിടന്ന് സിനിമാ പാട്ടുകളും കേട്ടുകൊണ്ട് ആഹാരവും കഴിച്ച് കിടക്കുകയാണ്. കരസേന ഇല്ല. മറ്റേത് ടാങ്ക്, റഷ്യയിലൊക്കെ നടക്കുന്ന യുക്രൈൻ യുദ്ധത്തിൽ ആ ഒരു സാധനം ഇതിനകത്തില്ല, 0 ആണ്.